വചനമേ നിത്യജീവന്റെ ആധാരമേ, രക്ഷയേകിടും സത്യമാർഗമേ, എന്റെ ആത്മാവിനാശ്വാസമേ. വചനം വചനം വചനം. 1 ദിനവൃത്താന്തം 26 അധ്യായം. വാതിൽ കാവൽക്കാരായ കോരാഹ്യരുടെ ഗണങ്ങളെ സംബന്ധിച്ച് ആസാഫിന്റെ പുത്രന്മാരിൽ നിന്നുള്ള കോറായുടെ പുത്രൻ മെശലമിയ, മെശലമിയയുടെ പുത്രന്മാർ ആദിജാതൻ സക്കറിയ, രണ്ടാമൻ യദിയേൽ, മൂന്നാമൻ സെബദിയ, നാലാമൻ യഗ്നിയേൽ, അഞ്ചാമൻ ഏലാം, ആറാമൻ യഹോഹനാൻ, ഏഴാമൻ എലിയേഹോവേനായി. ഓബദ് ഏദോമിന്റെ പുത്രന്മാർ ശെമയ ആദിജാതൻ, രണ്ടാമൻ യഹോസബാദ്, മൂന്നാമൻ യോവ, നാലാമൻ സാഗാർ, അഞ്ചാമൻ നെഥാനേൽ, ആറാമൻ അമ്മിയേൽ, ഏഴാമൻ ഇസാക്കർ, എട്ടാമൻ പൗലേഥായി. ദൈവം അവനെ അനുഗ്രഹിച്ചിരുന്നു. അവന്റെ പുത്രൻ ശേമായിക്ക് ജനിച്ച പുത്രന്മാർ തങ്ങളുടെ പിതൃകുടുംബങ്ങളുടെ നായകന്മാരായിരുന്നു, കാരണം അവർ പരാക്രമശാലികളായിരുന്നു. ശെമയയുടെ പുത്രന്മാർ ഉത്നി, റഫായേൽ, ഓബദ്, എൽസാബാദ്. അവന്റെ ചാർച്ചക്കാർ ധീരപുത്രന്മാരായ എലിഹുവും സെമാഗിയായും. ഇവരെല്ലാം ഓബദ് ഏദോമിന്റെ പുത്രന്മാരിൽ നിന്നുള്ളവരാണ്. അവരും അവരുടെ മക്കളും സഹോദരന്മാരും ശുശ്രൂഷയ്ക്ക് അതിനിപുണരായിരുന്നു. ഓബദ് ഏദോമിന് 62 പേരുണ്ടായിരുന്നു. മെശലമിയായിക്ക് പുത്രന്മാരും സഹോദരന്മാരുമായി ധീരന്മാരായ 18 പേരുണ്ടായിരുന്നു. മെറാറിയുടെ പുത്രരിൽ നിന്നുള്ള ഹോസായ്ക്ക് പുത്രന്മാരുണ്ടായിരുന്നു. ഒന്നാമൻ ഷിമ്രി ആദിജാതനായിരുന്നില്ലെങ്കിലും അവന്റെ പിതാവ് അവനെ തലവനാക്കി. രണ്ടാമൻ ഹിൽക്കിയ, മൂന്നാമൻ തെബാലിയ, നാലാമൻ സക്കറിയ. ഹോസായുടെ പുത്രന്മാരും സഹോദരന്മാരുമായി ആകെ 13 പേരുണ്ടായിരുന്നു. വാതിൽ കാവൽക്കാരുടെ ഈ ഗണങ്ങൾക്ക് തങ്ങളുടെ സഹോദരന്മാരെ പോലെ കർത്താവിന്റെ ആലയത്തിൽ ശുശ്രൂഷിക്കാനായി ജനത്തിന്റെ തലവന്മാരോടൊപ്പം ചുമതലകൾ ഉണ്ടായിരുന്നു. ചെറിയവനും വലിയവനും ഒരുപോലെ തങ്ങളുടെ പിതൃഭവനങ്ങൾക്കനുസരിച്ച് കവാടങ്ങൾക്ക് വേണ്ടി നറുക്കിട്ടു. കിഴക്കിന്റെ നറുക്ക് ശെലമിയായിക്ക് വീണു. വിവേകത്തോടെ ആലോചന നൽകുന്ന അവന്റെ മകൻ സക്കറിയായിക്ക് വേണ്ടി അവർ നറുക്കിട്ടു. വടക്കു ഭാഗത്തിനായിരുന്നു അവന്റെ നറുക്ക് വീണത്. ഓബദ് ഏദോമിന് തെക്കുഭാഗം, അവന്റെ പുത്രന്മാർക്ക് സംഭരണശാലകളും ആരോഹണ പാതയിലുള്ള ശല്ലേഖത്തിന്റെ കവാടത്തോട് ചേർന്നുള്ള പടിഞ്ഞാറ് ഭാഗം ശുപ്പിമിനും ഹോസായ്ക്കും. ഒരു കാവലിന് അനുബന്ധമായി മറ്റൊരു കാവലുണ്ടായിരുന്നു. കിഴക്ക് 6 ലേവായർ, വടക്ക് ദിവസവും 4 പേർ, തെക്ക് ദിവസവും 4 പേർ. സംഭരണശാലകൾക്ക് ഈ 2 പേർ. പടിഞ്ഞാറുള്ള വിശാലമുറ്റത്ത് 4 പേർ, വിശാലമുറ്റത്തേക്കുള്ള വഴിക്ക് 2 പേർ. കോരാഹ്യരിലും മാരാരിലും നിന്നുള്ള കാവൽക്കാരുടെ ഗണങ്ങളാണിവ. ലേവായരിൽ ദേവാലയ ഭണ്ഡാരങ്ങളുടെയും വിശുദ്ധ വസ്തുക്കളുടെ ഭണ്ഡാരങ്ങളുടെയും മേൽനോട്ടം അഹിയായിക്കായിരുന്നു. ലാദനിൽ ലാദനുള്ള ഗർശോനിയർ ലാദന്റെ പിതൃഭവന തലവന്മാരായിരുന്നു. ഗർശോനിനായ യഹിയേലി അതിൽ ഉൾപ്പെട്ടിരുന്നു. യഹിയേലിൽ സേതാമിനും അവന്റെ സഹോദരൻ ജോയലിനുമായിരുന്നു ദേവാലയത്തിന്റെ ഭണ്ഡാരങ്ങളുടെ മേൽനോട്ടം. അമ്രാമ്യർ, ഇസ്ഹാര്യർ, ഹെബ്രോണിയർ, ഉസിയേലിയർ എന്നിവരെ സംബന്ധിച്ച് മോശയുടെ പുത്രനായ ഗർശോമിന്റെ പുത്രൻ ഷെബുവേൽ ഭണ്ഡാരങ്ങളുടെ മേൽ അധികാരി. എലിയേസർ വഴി അവന്റെ ചാർച്ചക്കാർ പുത്രൻ റഹാബിയ, അവന്റെ പുത്രൻ യെശയ്യ, അവന്റെ പുത്രൻ യോറ, അവന്റെ പുത്രൻ സിക്രി, അവന്റെ പുത്രൻ ശെലോമിത്ത്. ദാവീദ് രാജാവും കുടുംബ തലവന്മാരും സഹസ്രാധിപന്മാരും ശതാധിപന്മാരും സൈന്യമേധാവികളും സമർപ്പിച്ചിരുന്ന വിശുദ്ധ വസ്തുക്കളുടെ മേൽനോട്ടക്കാരായിരുന്നു ശെലോമിത്തും അവന്റെ സഹോദരന്മാരും. യുദ്ധങ്ങളിൽ നിന്ന് കൊള്ള മുതലിൽ നിന്ന് ഉള്ള കർത്താവിന്റെ ആലയം ശക്തിപ്പെടുത്താൻ അവർ സമർപ്പിച്ചിരുന്നു. ദീർഘദർശിയായ സാമുവലും കിഷിന്റെ പുത്രൻ സാബൂളും നേറിന്റെ പുത്രൻ അബ്നേറും സെറൂയയുടെ പുത്രൻ യോവാബും സമർപ്പിച്ചിരുന്ന സകലതും സമർപ്പിക്കപ്പെട്ടിരുന്ന സകലതും ശെലോമിന്റെയും അവന്റെ സഹോദരന്മാരുടെയും മേൽനോട്ടത്തിലായിരുന്നു. ഇസ്ഹാര്യരിൽ കനാനിയായും പുത്രന്മാരും പുറം ജോലിക്ക് വേണ്ടി ഇസ്രായേലിന്റെ മേൽ രാജസേവകന്മാരും ന്യായാധിപന്മാരുമാകാൻ നിയോഗിക്കപ്പെട്ടവർ ആയിരുന്നു. ഹെബ്രോണിയരിൽ ഹഷാബിയായും അവന്റെ സഹോദരന്മാരുമായി
ശക്തന്മാരായ 1700 പേർ ജോർദാന്റെ പടിഞ്ഞാറ് ഭാഗത്തുള്ള ഇസ്രായേലിന്റെ മേൽനോട്ടത്തിന്, അതായത് കർത്താവിന്റെ എല്ലാ ജോലികൾക്കും രാജാവിന്റെ സേവനത്തിനുമായി ഉണ്ടായിരുന്നു. ഹെബ്രോണിയരെ സംബന്ധിച്ച് പിതാക്കന്മാരുടെ ഏതു വംശാവലി അനുസരിച്ചും ഹെബ്രോണിയരുടെ തലവൻ യെറിയ ആയിരുന്നു. ദാവീദ് രാജാവിന്റെ ഭരണത്തിന്റെ 40-ാം വർഷം അന്വേഷണം നടന്നപ്പോൾ അവരുടെ ഇടയിൽ യസേർ ഗിലെയാദിൻ അതിശക്തരായവർ ഉണ്ടെന്ന് കണ്ടെത്തപ്പെട്ടു. അവന്റെ ചാർച്ചക്കാരായി പ്രഗത്ഭരായ 2700 പുത്രതലവന്മാർ ഉണ്ടായിരുന്നു. ദാവീദ് രാജാവ് അവരെ റൂബൻകാരുടെയും ഗാദുകാരുടെയും മനാസയുടെ ഗോത്രപാതിയുടെ മേൽ ദൈവത്തെ സംബന്ധിച്ച ഓരോ കാര്യത്തിലും ഓരോ രാജ്യകാര്യത്തിനുമായി നിയോഗിച്ചു. 1 ദിനവൃത്താന്തം 27-ാം അധ്യായം. രാജാവിൻ്റെ എല്ലാ കാര്യങ്ങൾക്കും വേണ്ടി മാസാമാസം തവണകളായി വർഷത്തിലെ ഓരോ മാസവും വന്നുപോയിരുന്ന ഇസ്രായേലിയരുടെ പിതൃതലവന്മാരും സഹസ്രാധിപന്മാരും ശതാധിപന്മാരുമായവരുടെ എണ്ണം ഓരോ ഗണവും 24,000 പേർ. ആദ്യ മാസത്തിനായുള്ള 1-ാം ഗണത്തിൻ്റെ മേൽ സബ്ദിയേലിൻ്റെ പുത്രൻ യശോബയാം ആയിരുന്നു. അവൻ്റെ ഗണത്തിൽ 24,000 പേരുണ്ടായിരുന്നു. പെരേസയിൽ നിന്ന് ഒരുവനായിരുന്നു ആദ്യ മാസത്തിനായുള്ള സൈന്യ നേതാക്കന്മാർക്കെല്ലാം തലവൻ. അഹോഹ്യനായ ദോദായിരുന്നു 2-ാം മാസത്തെ ഗണത്തിൻ്റെ മേൽ. അവൻ്റെ ഗണത്തിൻ്റെ പ്രമാണി മിഗ്ലോത്തായിരുന്നു. അവൻ്റെ ഗണത്തിൽ 24,000 പേരുണ്ടായിരുന്നു. 3-ാം മാസത്തിനുള്ള 3-ാം സൈന്യത്തിൻ്റെ അധിപൻ മുഖ്യപുരോഹിതനായ യഹോയാദയുടെ പുത്രൻ ബനായ ആയിരുന്നു. അവൻ്റെ ഗണത്തിൽ 24,000 പേരുണ്ടായിരുന്നു. ഇവനാണ് 30 പേരിൽ ശക്തനും 30 പേരുടെ നായകനുമായ ബനായ. അവൻ്റെ പുത്രൻ അമീസാബാദിൻ്റെ ചുമതലയിലായിരുന്നു അവൻ്റെ ഗണം. 4-ാം മാസത്തിന് യോവാബിൻ്റെ സഹോദരൻ അസഹേലായിരുന്നു. അവന് പിറകെ അവൻ്റെ പുത്രൻ സബാദിയായും. അവൻ്റെ ഗണത്തിൽ 24,000 പേരുണ്ടായിരുന്നു. 5-ാം മാസത്തിനുള്ള അധിപൻ ഇസ്രാഹിനായ ശംഹത്തായിരുന്നു. അവൻ്റെ ഗണത്തിൽ 24,000 പേരുണ്ടായിരുന്നു. 6-ാം മാസത്തിന് തെക്കോവുകാരനായ ഇക്കേഷിൻ്റെ പുത്രൻ ഈറായി ആയിരുന്നു. അവൻ്റെ ഗണത്തിൽ 24,000 പേരുണ്ടായിരുന്നു. 7-ാം മാസത്തിന് എഫ്രേമിൽ നിന്നുള്ള പെലോൻകാരനായ ഹേലസ് ആയിരുന്നു. അവൻ്റെ ഗണത്തിൽ 24,000 പേരുണ്ടായിരുന്നു. 8-ാം മാസത്തിന് സെറാഹിനായ കൂശാത്തുകാരൻ സെബേക്കായി ആയിരുന്നു. അവൻ്റെ ഗണത്തിൽ 24,000 പേരുണ്ടായിരുന്നു. 9-ാം മാസത്തിന് ബെഞ്ചമിനായ അനത്തോത്തിലെ അബിയേസർ ആയിരുന്നു. അവൻ്റെ ഗണത്തിൽ 24,000 പേരുണ്ടായിരുന്നു. 10-ാം മാസത്തിന് നെത്തോഫാത്തുകാരനായ സെറാഹിൻ മഹറായി ആയിരുന്നു. അവൻ്റെ ഗണത്തിൽ 24,000 പേരുണ്ടായിരുന്നു. 11-ാം മാസത്തിന് എഫ്രേമിനായ പിറത്തോൻകാരൻ ബനായ ആയിരുന്നു. അവൻ്റെ ഗണത്തിൽ 24,000 പേരുണ്ടായിരുന്നു. 12-ാം മാസത്തിന് നെത്തോഫാത്തുകാരനായ ഒത്നിയേലിയൻ ഹെൽദായി ആയിരുന്നു. അവൻ്റെ ഗണത്തിൽ 24,000 പേരുണ്ടായിരുന്നു. ഇസ്രായേൽ ഗോത്രങ്ങളുടെ മേൽ റൂബന് നേതാവായി സിക്രിയുടെ പുത്രൻ എലിയസർ, ശിമയോന് മാഹായുടെ പുത്രൻ ശെബാത്തിയ, ലേവിക്ക് കെമുവേലിൻ്റെ പുത്രൻ ഹഷാബിയ, അഹ്റോന് സാദോക്ക്, യൂദായ്ക്ക് ദാവീദിൻ്റെ സഹോദരിൽ നിന്ന് എലീഹു, ഇസാക്കറിന് മിഹായേലിൻ്റെ പുത്രൻ ഉമ്രി, സെബുലൂണിന് ഒബാദിയായുടെ പുത്രൻ ഇസ്മയ്യ, നഫ്താലിക്ക് അസ്രിയേലിൻ്റെ പുത്രൻ യറേമൂത്ത്, എഫ്രേമ്യർക്ക് അസാസിയയുടെ പുത്രൻ ഹോശയ്യ, മനാസയുടെ ഗോത്രപാതിക്ക് പെദായയുടെ പുത്രൻ ജോയൽ, ഗലയാദിലുള്ള മനാസയുടെ ഗോത്രപാതിക്ക് സക്രിയയുടെ പുത്രൻ ഇദ്ദോ, ബെഞ്ചമിന് അബ്നേറിൻ്റെ പുത്രൻ യാസിയേൽ, ദാനിന് യെറോഹാമിൻ്റെ പുത്രൻ അസറേൽ. ഇവരാണ് ഇസ്രായേൽ ഗോത്രങ്ങളുടെ നേതാക്കന്മാർ. ദാവീദ് 20 വയസ്സും താഴോട്ടുമുള്ളവരുടെ എണ്ണം എടുത്തില്ല. കാരണം ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെ ഇസ്രായേലിനെ വർദ്ധിപ്പിക്കുമെന്ന കർത്താവ് അരുൾ ചെയ്തിട്ടുണ്ടായിരുന്നു. സെരൂയയുടെ പുത്രൻ യോവാബ് കണക്കെടുക്കുന്നത് ആരംഭിച്ചെങ്കിലും പൂർത്തിയാക്കിയില്ല. ഇങ്ങനെ ആയിരുന്നിട്ടും ഇസ്രായേലിന് മേൽ ക്രോധമുണ്ടായി. ജനസംഖ്യ കണക്ക് ദാവീദ് രാജാവിൻ്റെ ദിനവൃത്താന്ത കണക്കിൽ കയറിയിട്ടില്ല. രാജഭണ്ഡാരങ്ങളുടെ മേൽനോട്ടം അദിയേലിൻ്റെ പുത്രൻ അസ്മാവേത്തിനായിരുന്നു. പട്ടണങ്ങളിലും ഗ്രാമങ്ങളിലും വയലുകളിലും ഗോപുരങ്ങളിലുമുള്ള സംഭരണശാലകളുടെ മേൽനോട്ടം ഉസിയായുടെ പുത്രൻ ജോനാഥാനായിരുന്നു. കെലൂബിൻ്റെ പുത്രൻ എസ്രിയായിക്കായിരുന്നു പാടത്തെ ജോലി, അതായത് നിലത്തെ പണി ചെയ്യുന്നവരുടെ മേൽനോട്ടം. മുന്തിരിത്തോട്ടങ്ങളുടെ മേൽനോട്ടം റാമാത്തുകാരനായ ഷിമേയ്ക്കും ഷിഫ്മൂക്കാരനായ സബ്ദിക്കായിരുന്നു മുന്തിരിത്തോട്ടങ്ങളിലുള്ള വീഞ്ഞറകളുടെ മേൽനോട്ടം. ഷെഫേല താഴ്വരയിലെ ഒലിവുകളുടെയും സിക്കമൂറുകളുടെയും മേൽനോട്ടം
ഗേദർക്കാരൻ ബാൽഹനായിരുന്നു. ഒലിവെണ്ണ സംഭരണശാലകളുടെ മേൽനോട്ടം യോവാഷിനായിരുന്നു. ഷാരോണിൽ മേയുന്ന കന്നുകാലികളുടെ മേൽനോട്ടം ഷാരോൺകാരൻ ചിർത്തായിക്കായിരുന്നു. താഴ്വരകളിലെ കന്നുകാലികളുടെ മേൽനോട്ടം അത്ലായയുടെ മകൻ ഷാഫാത്തിനും. ഇസ്മായേലുകാരൻ ഒബീലിനായിരുന്നു ഒട്ടകങ്ങളുടെ മേൽനോട്ടം. പെൺകഴുതകളുടെ മേൽനോട്ടം മോറോണോത്തുകാരനായ യിഹ്ദിയായിക്കും. ആട്ടിൻപറ്റത്തിലെ മേൽനോട്ടം ഹഗ്രിക്കാരൻ യസീസിനായിരുന്നു. ഇവരെല്ലാമായിരുന്നു ദാവീദ് രാജാവിനുണ്ടായിരുന്ന സമ്പത്തിന്റെ ചുമതലക്കാർ. ദാവീദിന്റെ അമ്മാവനായ ജോനാഥാൻ പണ്ഡിതനായ ഉപദേഷ്ടാവായിരുന്നു. അവനായിരുന്നു കാര്യദർശിയും. ഹക്മോനിയുടെ പുത്രൻ യഹിയേൽ രാജകുമാരന്മാരുടെ തോഴനായിരുന്നു. അഹീത്തോഫേൽ രാജാവിന്റെ ഉപദേഷ്ടാവായിരുന്നു. അർക്കിനായ ഹുഷായി രാജാവിന്റെ മിത്രമായിരുന്നു. അഹീത്തോഫേലിന് ശേഷം ബനായയുടെ പുത്രൻ യഹോയാദയും അബിയാദറുമായിരുന്നു ഉപദേഷ്ടാക്കൾ. യോവാബ് ആയിരുന്നു സേനാനായകൻ. യേശയ്യാ പ്രവാചകന്റെ പുസ്തകം 49 അധ്യായം. തീരദേശങ്ങളെ എന്നെ ശ്രവിക്കുവിൻ, വിദൂര ജനതകളെ ശ്രവിക്കുവിൻ. ഗർഭത്തിൽ തന്നെ കർത്താവ് എന്നെ വിളിച്ചു. എൻ്റെ അമ്മയുടെ ഉദരത്തിൽ വെച്ച് തന്നെ അവിടുന്ന് എന്നെ നാമകരണം ചെയ്തു. എൻ്റെ അധരത്തെ അവിടുന്ന് മൂർച്ചയുള്ള വാള് പോലെയാക്കി. തൻ്റെ കൈയുടെ നിഴലിൽ അവിടുന്ന് എന്നെ മറച്ചു. എന്നെ മിനുക്കിയ അസ്ത്രമാക്കി തൻ്റെ ആവനാഴിയിൽ അവിടുന്ന് ഒളിച്ചു വെച്ചു. അവിടുന്ന് എന്നോട് അരുളി ചെയ്തു, ഇസ്രായേലേ, നീ എൻ്റെ ദാസനാണ്. നിന്നിൽ ഞാൻ മഹത്വം പ്രാപിക്കും. ഞാൻ ചിന്തിച്ചു, ഞാൻ വ്യർത്ഥമായി അധ്വാനിച്ചു. വ്യർത്ഥതയ്ക്കും ശൂന്യതയ്ക്കുമായി എൻ്റെ ശക്തി ചെലവഴിച്ചു. നിശ്ചയമായും എൻ്റെ ന്യായം കർത്താവിലാണ്, എൻ്റെ പ്രതിഫലം എൻ്റെ ദൈവത്തിലുമാണ്. യാക്കോബിനെ തന്നിലേക്ക് തിരികെ കൊണ്ടുവരാനും ഇസ്രായേൽ നീക്കം ചെയ്യപ്പെടാതിരിക്കാനും ഗർഭത്തിൽ വെച്ച് തന്നെ എന്നെ തൻ്റെ ദാസനായി രൂപപ്പെടുത്തുന്ന കർത്താവ് ഇപ്പോൾ അരുൾ ചെയ്യുന്നു. കർത്താവിൻ്റെ ദൃഷ്ടിയിൽ ഞാൻ ബഹുമാനിതനായിരിക്കുന്നു. ദൈവം എൻ്റെ ശക്തിയാണ്. അവിടുന്ന് അരുൾ ചെയ്തു, യാക്കോബിൻ്റെ ഗോത്രങ്ങളെ ഉയർത്താനും ഇസ്രായേലിൻ്റെ സംരക്ഷകരെ തിരികെ കൊണ്ടുവരാനുമായി നീ എനിക്ക് ദാസനായിരുന്നാൽ പോരാ. എൻ്റെ രക്ഷ ലോകാതിർത്തി വരെ ആയിരിക്കേണ്ടതിന് നിന്നെ ഞാൻ ജനതകളുടെ പ്രകാശമായി സ്ഥാപിക്കും. ആത്മനിന്ദയുള്ളവനും ജനതകളാൽ നിന്ദിതനും അധികാരികളുടെ ദാസനുമായവനോട് ഇസ്രായേലിൻ്റെ പരിശുദ്ധനും അവൻ്റെ വിമോചകനുമായ കർത്താവ് ഇങ്ങനെ അരുൾ ചെയ്യുന്നു. നിന്നെ തിരഞ്ഞെടുത്തവനും ഇസ്രായേലിൻ്റെ പരിശുദ്ധനുമായ വിശ്വസ്തനായ കർത്താവ് നിമിത്തം രാജാക്കന്മാർ നിന്നെ കണ്ട് എഴുന്നേൽക്കുകയും പ്രഭുക്കന്മാർ പ്രണമിക്കുകയും ചെയ്യും. കർത്താവ് ഇങ്ങനെ അരുൾ ചെയ്യുന്നു, ശൂന്യമായി കിടക്കുന്ന പിതൃസ്വത്തുകൾ അവകാശമായി നൽകാനും ദേശം പുനരുദ്ധരിക്കാനും നിന്നെ സംരക്ഷിക്കാനും ജനത്തിൻ്റെ ഉടമ്പടിയായി നിന്നെ ഉറപ്പിക്കാനുമായി പ്രസാദകാലത്ത് ഞാൻ നിനക്ക് ഉത്തരമരുളി. രക്ഷാദിനത്തിൽ ഞാൻ നിന്നെ സഹായിച്ചു. ബന്ധിതരോട് പുറത്തു വരുവിനെന്നും അന്ധകാരത്തിലുള്ളവരോട് സുവിദിതരാകുവിനെന്നും പറയാൻ തന്നെ. വഴിത്താരകളിൽ അവർ മേയും, മൊട്ടക്കുന്നുകളിലെല്ലാം അവരുടെ മേച്ചിൽ പുറങ്ങളുണ്ടായിരിക്കും. അവർക്ക് വിശക്കുകയില്ല, ദാഹിക്കുകയുമില്ല. ചുടുകാറ്റോ വെയിലോ അവരെ തളർത്തുകയില്ല. എന്തെന്നാൽ അവരോട് ആർദ്രനായവൻ അവരെ വഴി നടത്തും. നീർച്ചാലുകൾക്കരികിലേക്ക് അവരെ നയിക്കും. മലകളെ ഞാൻ വഴിയാക്കുകയും എൻ്റെ രാജവീഥികൾ ഉയരുകയും ചെയ്യും. ഇതാ ചിലർ ദൂരെ നിന്നും, മറ്റു ചിലർ വടക്കു നിന്നും, പടിഞ്ഞാറ് നിന്നും, വേറെ ചിലർ സിനിം ദേശത്തു നിന്നും വരും. ആകാശമേ ആർത്തു വിളിക്കുക, ഭൂമിയെ ആനന്ദിക്കുക, മലകളെ ആർത്തു പാടുക. എന്തെന്നാൽ തൻ്റെ ജനത്തെ കർത്താവ് ആശ്വസിപ്പിച്ചിരിക്കുന്നു. തൻ്റെ പീഡിതരോട് അവിടുന്ന് ആർദ്രനാകും. സിയോൻ പറഞ്ഞു, കർത്താവ് എന്നെ കൈവിടിഞ്ഞു, എൻ്റെ നാഥൻ എന്നെ മറന്നുപോയി. തൻ്റെ ഉദരഫലത്തോട് ആർദ്രതയില്ലാത്ത വിധം മുല കുടിക്കുന്ന തൻ്റെ കുഞ്ഞിനെ ഒരു സ്ത്രീക്ക് മറക്കാനാവുമോ? അവൾ മറന്നാലും ഞാൻ നിന്നെ മറക്കുകയില്ല. ഇതാ എൻ്റെ ഉള്ളം കൈയിൽ നിന്നെ ഞാൻ കൊത്തിവെച്ചിരിക്കുന്നു. നിന്റെ മതിലുകൾ എപ്പോഴും എൻ്റെ മുമ്പിലുണ്ട്. നിന്റെ നിർമ്മാതാക്കൾ ദ്രുതഗതിക്കാരാണ്. നിന്നെ നശിപ്പിക്കുന്നവരും വിജനമാക്കുന്നവരുമാകട്ടെ നിന്നിൽ നിന്ന് പുറത്തു പോകുകയും ചെയ്യും. കണ്ണുകളുയർത്തി ചുറ്റും നോക്കുക, അവരെല്ലാം ഒത്തുചേർന്ന് നിന്നിലേക്ക് വന്നിരിക്കുന്നു. ജീവിക്കുന്നവനായ ഞാനാണ് കർത്താവിൻ്റെ ശബ്ദം. നിശ്ചയമായും നീ അവരെയെല്ലാം ആഭരണം പോലെ ധരിക്കും. വധുവിനെ പോലെ നീ അവരെ അണിയും. കാരണം ഇപ്പോൾ നിന്റെ പാഴ്നിലങ്ങളും ശൂന്യതകളും നശിച്ചുപോയ നാടും താമസക്കാർക്കു തീർച്ചയായും തികയാതെ വരും. നിന്നെ വിഴുങ്ങിയവർ അകന്നു പോകും.
നിന്റെ പുത്രവിയോഗ കാലത്തെ മക്കൾ ഇനിയും നിന്റെ ചെവികളിൽ മന്ത്രിക്കും. ഈ സ്ഥലം എനിക്ക് പരിമിതമാണ്, എനിക്ക് വസിക്കാൻ ഇടം തരിക. അപ്പോൾ നീ ഹൃദയത്തിൽ പറയും, ആരാണ് ഇവരെ എനിക്ക് ജനിപ്പിച്ചത്? ഞാൻ പുത്രഹീനയും വന്ധ്യയും പ്രവാസിനിയും പരിത്യക്തയുമായിരുന്നല്ലോ. ഇതാ ഞാൻ മാത്രമാണല്ലോ അവശേഷിച്ചിരിക്കുന്നത്. ഇവർ എവിടെയായിരുന്നു? നാഥനായ കർത്താവ് ഇങ്ങനെ അരുളി ചെയ്യുന്നു, ഇതാ ജനതകൾക്ക് നേരെ ഞാൻ എൻ്റെ കരം ഉയർത്തും, ജനപദങ്ങൾക്ക് നേരെ എൻ്റെ അടയാളം ഉയർത്തും. അവർ നിന്റെ പുത്രന്മാരെ മാറിലും പുത്രിമാരെ തോളിലും വഹിച്ചു കൊണ്ടുവരും. രാജാക്കന്മാർ നിന്റെ പരിപോഷകരും രാജപുത്രിമാർ നിന്നെ മുലയൂട്ടുന്നവരുമായിരിക്കും. അവർ നിന്നെ നിലംപറ്റെ പ്രണമിക്കുകയും നിന്റെ കാലിലെ പൊടി നക്കുകയും ചെയ്യും. ഞാനാണ് കർത്താവ് എന്ന് അപ്പോൾ നീ അറിയും. എനിക്കായി കാത്തിരിക്കുന്നവർ ലജ്ജിതരാവുകയില്ല. ശക്തനിൽ നിന്ന് ഇര പിടിച്ചെടുക്കപ്പെടുമോ? സ്വേച്ഛാധിപതിയുടെ അടിമയ്ക്ക് രക്ഷപ്പെടാൻ കഴിയുമോ? എന്നാൽ കർത്താവ് ഇങ്ങനെ അരുളി ചെയ്യുന്നു, ശക്തന്റെ അടിമയും വിടുവിക്കപ്പെടും. നിന്നോട് വ്യവഹരിക്കുന്നവനോട് ഞാൻ തന്നെ വ്യവഹരിക്കും. നിന്റെ മക്കളെ ഞാൻ തന്നെ രക്ഷിക്കും. നിന്നെ ദ്രോഹിക്കുന്നവർ തങ്ങളുടെ തന്നെ മാംസം ഭക്ഷിക്കാൻ ഞാൻ ഇടയാക്കും. പുതുവീഞ്ഞ് കൊണ്ടെന്ന പോലെ രക്തം കൊണ്ട് അവർക്ക് മത്തുപിടിക്കും. കർത്താവായ ഞാൻ നിന്റെ രക്ഷകനും യാക്കോബിന്റെ ശക്തൻ നിന്റെ വിമോചകനുമാണെന്ന് അപ്പോൾ മർത്യകുലം മുഴുവനും അറിയും. അപ്പസ്തോലന്മാരുടെ പ്രവർത്തനങ്ങൾ 2-ാം അധ്യായം 1 മുതൽ 13 വരെയുള്ള തിരുവചനങ്ങൾ. പെന്തക്കോസ്തായുടെ ദിവസം സമാഗതമായപ്പോൾ അവരെല്ലാവരും ഒരേ സ്ഥലത്ത് ഒരുമിച്ചായിരുന്നു. കൊടുങ്കാറ്റടിക്കുന്നത് പോലെ ഒരു ശബ്ദം പെട്ടെന്ന് ആകാശത്തു നിന്ന് ഉണ്ടായി. അത് അവർ ഇരുന്ന വീട് മുഴുവൻ നിറഞ്ഞു. അഗ്നി പോലുള്ള വിഭജിക്കപ്പെട്ട നാവുകൾ അവർക്ക് കാണപ്പെട്ടു. ഓരോന്ന് ഓരോരുത്തരുടെയും മേൽ ഇറങ്ങി വന്നു. അവരെല്ലാവരും പരിശുദ്ധാത്മാവാൽ നിറഞ്ഞു. ആത്മാവ് അവർക്ക് പ്രഘോഷിക്കാൻ വരം കൊടുത്തതനുസരിച്ച് അവർ മറ്റ് ഭാഷകളിൽ സംസാരിക്കാൻ തുടങ്ങി. ആകാശത്തിന് കീഴിലുള്ള സകല ജനതകളിൽ നിന്ന് ഭക്തരായ യഹൂദർ ജെറുസലേമിൽ പാർക്കുന്നുണ്ടായിരുന്നു. ആ ശബ്ദമുണ്ടായപ്പോൾ ആളുകൾ ഒരുമിച്ച് കൂടുകയും താങ്ങളുടെ സ്വന്തം ഭാഷയിൽ അവർ സംസാരിക്കുന്നത് കേട്ട് അമ്പരക്കുകയും ചെയ്തു. പരിഭ്രമിച്ചും അത്ഭുതപ്പെട്ടും അവർ പറഞ്ഞു, ഈ സംസാരിക്കുന്നവരെല്ലാം ഗലീലിയരല്ലേ? നാം എല്ലാവരും നാം ഓരോരുത്തരുടെയും മാതൃഭാഷയിൽ കേൾക്കുന്നതെങ്ങനെ? പാർത്തിയക്കാരും മേദിയക്കാരും എലാമിയക്കാരും മെസപ്പൊട്ടോമിയ നിവാസികളും യൂദയായിലും കപ്പദോക്കിയായിലും പോന്തസിലും ഏഷ്യയിലും താമസിക്കുന്നവരും ഫ്രീജിയായിലും പാംഫീലിയായിലും ഈജിപ്തിലും സൈറിൻ്റെ ലിബിയ പ്രദേശങ്ങളിലും നിവസിക്കുന്നവരും റോമായിൽ നിന്നുള്ള സന്ദർശകരും യഹൂദരും യഹൂദമതം സ്വീകരിച്ചവരും ക്രേത്യരും അറേബ്യരുമായ നാം ദൈവത്തിൻ്റെ വൻകാര്യങ്ങൾ അവർ പറയുന്നത് നമ്മുടെ ഭാഷകളിൽ കേൾക്കുന്നല്ലോ. ഇതിൻ്റെ എല്ലാം അർത്ഥമെന്ത് എന്ന് പരസ്പരം ചോദിച്ചുകൊണ്ട് എല്ലാവരും പരിഭ്രമിക്കുകയും ആശങ്കപ്പെടുകയും ചെയ്തു. എന്നാൽ മറ്റു ചിലർ പരിഹസിച്ചു പറഞ്ഞു, പുതുവീഞ്ഞുകൊണ്ട് ലഹരി പിടിച്ചവരാണവർ. ദൈവവചനമേ, നിത്യജീവന്റെ ആധാരമേ, രക്ഷയേകിടും സത്യമാർഗമേ, എന്റെ ആത്മാവിനാശ്വാസം.